സ്പെഷ്യൽ എപ്പിസോഡ്. ഇന്നലെ പറഞ്ഞ കഥകളുടെ ബാക്കി കഥകൾ പറയാനും അത് കേൾക്കാനും വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ റാണി പത്മിനി ടീമിനെ ഇവിടെ തന്നെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അവർ ഒരു ദിവസം മുഴുവനായിട്ട് ഇവിടെ ഇരിക്കുകയാണ് കഥകൾ പറയാനായിട്ട്. അതുകൊണ്ട് നമ്മൾ ഒട്ടും താമസിയാതെ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി അഡ്വെഞ്ചേഴ്സ് ഓഫ് റാണി പത്മിനി. ഫ്ലാഷ് ബാക്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കുട്ടിക്കാലമൊക്കെ കണ്ടായിരുന്നല്ലോ. അത് പക്ഷേ വേറെ വേറെ കുട്ടിക്കാലല്ലേ, ഒരുമിച്ചുള്ള കുട്ടിക്കാലല്ല. ഒരുമിച്ചല്ല വേറെ വേറെ. അയ്യോ, ആ കൊച്ചു മഞ്ജു ചേച്ചിയുടെ കൊച്ചുകുട്ടിയെ കണ്ടാല് മഞ്ജു ചേച്ചി ആണെന്നേ പറയത്തുള്ളൂ. മറ്റേ കൊച്ചു പൊട്ടൊക്കെ തൊട്ട് രണ്ട് ബാലക വെച്ചിട്ട് അവരെ മീറ്റ് ചെയ്തായിരുന്നോ? യെസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സിനിമയിലും എന്റെ കുട്ടിക്കാലം അഭിനയിച്ചിരിക്കുന്നത് ആ കുട്ടിയാണ്. മറകു വരെ ഉണ്ട് അതേപോലെ. നേഹ എന്നാണ് കുട്ടിയുടെ പേര്. ബാംഗ്ലൂർ. അപ്പൊ ഞങ്ങള് ഓഡിഷൻ ചെയ്യുമ്പോൾ ഈ കുട്ടിയുടെ ഓഡിഷൻ ചെയ്യുമ്പോൾ തന്നെ ഈ കുട്ടിയുടെ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഭയങ്കര, ഷീ വാസ് എ പെർഫോമർ റൈറ്റ് ദെയർ. അപ്പം ഭയങ്കര സിമ്പിളാണ് ആൻഡ് സ്ട്രേറ്റ് ടു ദ. സോ അങ്ങനെ ഒരു കൊച്ചാണ് അത് സംസാരിക്കുന്നത് നമുക്ക് തോന്നില്ല. ഭയങ്കര മെച്യൂർഡാണ്. ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു മെച്യൂരിറ്റിയാണ് ആ കുട്ടി. ആ പാട്ട് കണ്ടാൽ അറിയാം, ഒരു ചാരു കസേരയിൽ ഇങ്ങനെ ശൂന്യതയിലേക്ക് നോക്കി കിടക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അതിനെ കുറിച്ച് ആഷിഖും ശ്യാമും ഒക്കെ പറഞ്ഞിട്ട് അത്ഭുതമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ അത്രയും ഒരു മെച്യൂർ ആയിട്ടുള്ളൊരു സീൻ ചെയ്യുമ്പോഴാണ് അപ്പം ഭയങ്കരമായ കൺഫ്യൂഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരൊറ്റ വലിയ ഒരു ക്രെയിൻ ഷോട്ടാണ്. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് ലുക്ക് എവിടെ കൊടുക്കണം, നമ്മൾ ഇപ്പോൾ ക്രെയിൻ മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ക്യാമറയുടെ സൈഡിൽ കൊടുക്കുന്നു, അതില്ലെങ്കിൽ വേറെ സ്റ്റാറ്റിക് ലുക്ക് കൊടുക്കണോ. അപ്പോൾ ഇവളിങ്ങനെ നോക്കുന്നുണ്ട്, എല്ലാവരും എന്തൊക്കെയോ കൺഫ്യൂഷൻ. അപ്പോൾ ലാസ്റ്റ് അവരെന്തൊക്കെയോ തീരുമാനിച്ച് അപ്പോൾ ഇവളോടെ എടുക്കുക. അപ്പോൾ ഞാൻ എവിടെ നോക്കണം, കാര്യം പറ, എനിക്കിവിടെ പണിയെടുക്കാനുള്ളതാണ്. ഷീ ഈസ് വെരി ക്ലിയർ. ഞാൻ ചോദിച്ചു, മഞ്ജു ചേച്ചിയുടെ നല്ല ലുക്കാട്ടോ എല്ലാവരും പറയാറുണ്ട്. ഓക്കെ, അതുപോലെ ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ടാ, നമ്മൾ അങ്ങനെയാണല്ലോ കുട്ടികളോട് സംസാരിക്കുക. പക്ഷെ തിരിച്ചവള് പറയണത് ഭയങ്കര, അതും അന്ന് ഞാൻ പറയുന്നത് പോലെ ഇച്ചിരി അഹങ്കാരത്തിൽ, അങ്ങനെ അഹങ്കാരം ഒന്നും അല്ല കേട്ടോ, ഭയങ്കര നോർമലായിട്ട് അവള് പറയണം. ഞാൻ അപ്പൊ അഭിനയിച്ചിട്ട് എങ്ങനെയുണ്ട്, അഭിനയിച്ചിട്ട് നല്ല രസമുണ്ടോ, സ്കൂളിൽ പോണേനേക്കാളും എളുപ്പാ. ഞാൻ കൊച്ചായിരുന്നപ്പോ ഞാൻ ഇങ്ങനെ ഒന്നും പറയത്തില്ലായിരുന്നു. ഞാൻ റിമയുടെ കുട്ടിക്കാലം ആ കുട്ടി മുടിയും ചെയ്തിട്ടില്ല, ഒന്നുമില്ല, അതുവഴി ഇതുവഴി ഇങ്ങനെ നടക്കും. മൊത്തത്തിൽ അങ്ങനെയാണ്, ഭയങ്കര ടോം ബോയ്ഷ് ആണ്. 3 years old, 2.5 years old. അത്രേ ഉള്ളൂ. അപ്പൊ ഷീസ് റിയലി യങ്. അപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ ആളുടെ അടുത്ത് പറയണത് ഇവിടെ നിൽക്കണം എന്നൊന്നും പറഞ്ഞാൽ മൂപ്പര് നിൽക്കൂല. ഇത് ഞാൻ ഇവിടെ നിൽക്കും, നിങ്ങൾ വേണമെങ്കിൽ ഷൂട്ട് ചെയ്തോ, നിങ്ങളുടെ ആവശ്യമാണ്, എന്റെ ആവശ്യമല്ല എന്നുള്ളതാണ് മൂപ്പരുടെ. അതും പക്ഷെ ആറ്റിറ്റ്യൂഡ്, ഇപ്പൊ റാണിയുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ പിടിച്ചതിനേക്കാളും നന്നായിട്ട് അവളെ പിടിച്ചിട്ടില്ല. ആ നടന്നു വരുന്ന ആ ഒരു ക്ലാസ് റൂമിൽ നടന്നു വരുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ ഇതിലത് കാണിക്കുന്നത് ഒരുപാട് ട്രാൻസ്ഫർ ആയി പോകുന്നു. അപ്പൊ പുതിയ ക്ലാസ് റൂമിൽ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ എപ്പോഴും എപ്പോഴും റാഗിങ് കിട്ടും അങ്ങനത്തെ. അപ്പോൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ എറിയുമ്പോൾ ദേഷ്യത്തോടു കൂടി നോക്കണം. അവളൊരു നടന്നിട്ടുണ്ട്, എൻ്റെ അമ്മ മുടി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ടൊരു സാധനമുണ്ട്. അയ്യോ, ഇവര് സോങ് സീക്വൻസിലേ ഉള്ളൂ അതോ അവര് ഉണ്ടോ? ഇല്ല, സോങ് അവര് വലുതാകുന്ന അവിടെയാണ് സോങ് തീരുന്നത്. ഓക്കെ, അപ്പൊ ആ സോങ്ങിൽ അതങ്ങ് കഴിയും. ഓക്കെ, നിങ്ങളുടെ ഇൻഫാക്ട് എല്ലാ ഏജസും ആ സോങ്ങിന്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഒരു സൈഡില് റിമയുടെ കുട്ടിക്കാലം ഹെഡ് ബാങ് ചെയ്യുമ്പോൾ അവിടെ അപ്പുറത്ത് കളത്തില് ഒരാളിരുന്ന്, അയ്യോ ഇറ്റ് വാസ് മുടിയാട്ടം, ബ്യൂട്ടിഫുൾ ഇടാൻ. ഞാനിങ്ങനെ വിചാരിച്ചു, ഇതാരാണ് ചിന്തിച്ചെടുത്തതെന്ന്. അതിനുള്ള ഫുൾ ക്രെഡിറ്റ് ആഷിഖിനും ശ്യാം പുഷ്കറിനും. വണ്ടർഫുൾ കോൺട്രാസ്റ്റ് ദാറ്റ് വാസ് ആബ്സല്യൂട്ട്ലി. എത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് കൺവേ ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ പോയറ്റിക് ആയിട്ട്. യെസ്, എക്സാക്ട്ലി. ഇനിയും ബാക്കി ക്യാരക്ടേഴ്സ്, നമ്മൾ ക്യാരക്ടേഴ്സ് എല്ലാവരും കവർ ചെയ്തോ? പറഞ്ഞു അല്ല, സൂരജ് എന്ന് പറഞ്ഞ നമ്മുടെ പ്രൊഡ്യൂസറിന്റെ ഒരു മകനുണ്ട്, സൂരജ് ഹാരിസ്, ഷോയേബ് ഖാൻ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് പേര് നിങ്ങൾ എല്ലാവരും കയറി അഭിനയിച്ചു. അതെ, ബിക്കോസ് വളരെ ചെറിയ ക്രൂ ആയിരുന്നു. അപ്പൊ ഇടയ്ക്ക് ആൾക്കാർ വന്നപ്പോൾ നിങ്ങളെ കയറ്റി നിർത്തി. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ബിക്കോസ് ഇവരെല്ലാവരും നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ചെറിയ ക്യാരക്ടേഴ്സ് ഒന്നും അല്ല. ഫുൾ ലെങ്ത്, ത്രൂ ഔട്ട് ദ മൂവി ഉണ്ട്, ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ദ മൂവി ഉള്ള ക്യാരക്ടേഴ്സ് ആണ് ഇവർ 4 പേരുടെയും. ഹരീഷ് ഖന്ന, സാൻഡിയുടെ അതെന്താണ് ഹൾക്കിന് പിന്നെ? പറയരുത്.
കാണണം അത് അവിടെ. ഭാഗ്യം, ഞാൻ പറയാൻ വന്നു പറഞ്ഞില്ല. ശേ, ഞാൻ അപ്പുറത്ത് ചോദിച്ചാൽ ഇല്ല മഞ്ജു ചേച്ചി അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പറയൂ, എന്താണ് കേൾക്കുന്നത്? അവിടെ 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 ശരി, അങ്ങ് സനയുടെ ക്യാരക്ടർ എന്താന്ന് നമുക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ. അതെ, ഇവര് ട്രാവൽ ചെയ്ത് ഹിമാചലിൽ വരുമ്പോ കാണുന്ന ഒരു ട്രെക്കിംഗ് ടീമിലെ പാട്ടാണ്. ഓക്കെ. അപ്പൊ ഞാനുണ്ട്, ബാസിയുണ്ട്, പിന്നെ നമ്മുടെ ക്രൂവിലെ കുറച്ച് ഫ്രാങ്കി, ജയേഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. സിനിമാറ്റോഗ്രഫി ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളാണോ കൂൾ കിഡ്സ്? യെസ്, വി ആർ ദ കൂൾ കിഡ്സ്. ഫുൾ ടൈം സെറ്റില് ചില്ല് ചെയ്യുന്ന ഞങ്ങളാണ്. ഓക്കെ. ഞാൻ വിചാരിച്ചു കുറേ ആക്ടിങ് ഉണ്ടായിരിക്കും എന്ന്, കാരണം ട്രെക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് ബുദ്ധിമുട്ട് കാണിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ട്രെക്ക് ചെയ്യുമ്പോൾ ആക്ട് ചെയ്യാനൊന്നും തോന്നില്ല. ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശ്വാസവും കിട്ടില്ല. അവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് നേരത്തെ പറഞ്ഞ പോലെ 13,000 feet ഹൈ, 14,000 feet ഹൈ. അപ്പം ഇങ്ങനത്തെ സ്ഥലത്താണ് ടുവേർഡ്സ് ലേ, പ്ലേസ് കോൾഡ് ജിസ്പ. അപ്പം ജിസ്പയിൽ നിന്ന് ലേയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പം അങ്ങനത്തെ ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം വെരി കോപ്പറേറ്റീവ് ആർട്ടിസ്റ്റ്. കാരണം ഇറ്റ്സ് നോട്ട് ഈസി ടു അങ്ങനത്തെ ഒരു സ്ഥലത്ത് ആ കണ്ടീഷനിൽ, കാരണം നമുക്ക് ഓക്സിജൻ ലെവൽ കുറവായിരിക്കും. അപ്പം കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് റാണിയും പത്മിനിയും ബാക്കി എല്ലാ ഈ പറഞ്ഞ മഹാൻ ലൊക്കേഷൻ ഹണ്ടിന് ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ പോയി. സാൻഡി ആക്ച്വലി ഒരു ലാൻഡ്സ്ലൈഡിൽ പെട്ട് 6 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ പെട്ട് നമ്മൾ റെസ്ക്യൂ ടീമിനെ വിളിച്ച് ആർമിയാണ് വന്നിട്ട് ഇവരെ രക്ഷിച്ചത്. നമുക്ക് അടുത്തൊരു അഡ്വഞ്ചർ സിനിമയാക്കാലോ. ഇതിൽ കുറെ അഡ്വഞ്ചേഴ്സ് എല്ലാരും മൂവിയിൽ നമ്മൾ കാണുന്ന അഡ്വഞ്ചർ അല്ലാതെ റിയലി യു ഗൈസ് ഹാഡ് ഒത്തിരി അഡ്വഞ്ചർ. എത്ര ഒരു ഭാഗം മാത്രമേ നമുക്ക് മൂവിയിൽ ക്യാപ്ചർ ചെയ്യാൻ തന്നെ സാധിച്ചിട്ടുള്ളൂ. എനിക്ക് എന്താ ചോദിക്കണം അറിയത്തില്ല. അഡ്വഞ്ചർ മാത്രമല്ല, ആ ഒരു പ്രദേശത്തിന്റെ ഒരു ഭംഗി ഞങ്ങള് കണ്ട് ഒരു ദിവസം ഷൂട്ടിംഗ് പോലും അത്രയും എന്താ പറയുക, ഒരു ദിവസം ലൊക്കേഷൻ കാണാൻ ഇവർ പോയിട്ട് പല പല ലൊക്കേഷൻസ് കണ്ടിട്ട് ഇത് എവിടെ ക്യാമറ വെക്കണം എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു ദിവസം ഷൂട്ടിംഗ് നിർത്തി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഷൂട്ടിംഗ് വെയിറ്റ് ചെയ്ത് പിറ്റേ ദിവസമാണ് ഷൂട്ട് ചെയ്തത്. മഞ്ജു ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ഏതായിരുന്നു ഈ പോയതിൽ? ജിസ്പ, ഓഫ് കോഴ്സ് ജിസ്പയാണ്. ഞാൻ ഈ മണാലി ഭാഗത്തേക്ക് തന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പോണത്. കുളു, മണാലി, അവിടെ നിന്നും അങ്ങോട്ട്. യൂഷ്വലി ഇഷ്ടമുള്ള ആളാണോ? തണുപ്പ് എങ്ങനെയാണെങ്കിലും യാത്ര ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് തണുപ്പായാലും ചൂടായാലും ഒക്കെ. സോ നിങ്ങൾ എല്ലാവരും ഒരു ടീമായിട്ടായിരുന്നു ട്രാവൽ? ഫുൾ ഓൺ. അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കും. ഞാൻ വല്ല ടീ ഗേളായിട്ടോ ലൈറ്റ് ഗേളായിട്ടോ വല്ല ഞാൻ സൈഡിൽ പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ സൈഡിൽ കൂടെ വന്നോളാം. മീനവിയൽ എന്തായോ എന്തോ. മീനവിയൽ സത്യമായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മീനവിയൽ ഉണ്ടാക്കാൻ ഞാൻ പഠിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി ഏതാ പറയൂ. അവിടെ ചോദിച്ചാൽ മതി. മഞ്ജു ചേച്ചി ചോദിക്കണം നല്ലത്. ഫുഡിന്റെ ആൾ അവിടെ ഇരിക്കണം. അത് ഫുഡിയാണ്, പക്ഷെ കണ്ടവറിയില്ല കേട്ടോ. മഞ്ജു ചേച്ചി ഇങ്ങനെ മെലിഞ്ഞു വരികയാണ്. ഫുഡെല്ലാം ആസ്വദിച്ച് കഴിക്കും, അത് ഉള്ളതാ സത്യ. കൃത്യസമയത്തിന് കിട്ടും വേണം ഫുഡ്. വഴക്കുണ്ടാക്കും. കൃത്യസമയത്തിന് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഉണ്ണിച്ചേട്ടൻ ഉണ്ടായിരുന്നു പ്രൊഡക്ഷനിൽ. സത്യം പറഞ്ഞാൽ അവിടുത്തെ ഫുഡ് ഭയങ്കര പ്രശ്നമായിരുന്നു. എല്ലാ ദിവസം പഹാടി മട്ടനാണ് കിട്ടുക. അതിന്റെ മണം കേട്ടോ ഞാൻ അടുത്ത വഴിക്കൂടെ അപ്പുറത്തേക്കൂടെ അങ്ങനെ ഓടിപ്പോവും. ഞങ്ങളെല്ലാവരും ഐ മീൻ എല്ലാ ദിവസം മട്ടൻ, അതും ഈ പഹാടി മട്ടൻ്റെ ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവും. അത് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ കഴിക്കാൻ പറ്റൂ. അപ്പൊ ഞങ്ങളെല്ലാവരും പട്ടിണി പരവശം ആ സീനായി അവസാനമായി വിളിക്കും. പക്ഷെ ഞങ്ങളുടെ ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ മഞ്ജു ചേച്ചിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് വരും. പക്ഷെ ഫുഡ് ഉണ്ണിച്ചേട്ടൻ ഉള്ളതുകൊണ്ട് ഗോതമ്പ് ദോശയും ഉള്ളിച്ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി വെക്കും. രാവിലെ പാത്രം ഒരു നോട്ടം കാണും, പിന്നെ കാണുന്നത് കാലി പാത്രമാണ്. രാത്രി ചപ്പാത്തി, ഒരു ടൊമാറ്റോ കറി. പക്ഷെ എന്നാലും അത് വലിയ കാര്യമായിരുന്നു. ചില ദിവസം കഞ്ഞിയും ചമ്മന്തിയും കിട്ടി. പിന്നെ ഇല്ല, അവിടെ ഒപ്പിച്ചു. എന്നിട്ട് സനയുടെ ദേഹത്തൊന്നും കാണുന്നില്ല. എന്ത് സന ഇങ്ങനെ മെലിഞ്ഞു പോയെ? സനക്ക് ഇതൊന്നും കഴിക്കാൻ തന്നില്ല ഇവരാരും. സന അവിടെ കൂടുതൽ സമയം ഹോംസിക് ആയിട്ട് കരച്ചിൽ സീനായിരുന്നു. സന ഹോംസിക് ആയിട്ട് കരഞ്ഞു. അമ്മ കൂടി ഉണ്ടായിരുന്നു. എന്നിട്ടും അതെന്ത് ഹോംസിക്? ഈ ജിസ്പ എന്ന് പറയുമ്പോ അവിടെ BSNL മാത്രമേ റേഞ്ച് കിട്ടുള്ളൂ. അതും TV ഉണ്ടായില്ല, ഹീറ്റർ ഉണ്ടായില്ല. അതും BSNL ഒരു ദിവസം വന്നാൽ പിന്നെ 2 ദിവസം ഉണ്ടാവില്ല. കറണ്ട് ഇല്ലെങ്കിൽ അവിടെ റേഞ്ച് ഇല്ല. 3 ദിവസമൊക്കെയാ കറണ്ട് പോണേ. അത് വേറെ കാര്യം. പിന്നെ സന ഫസ്റ്റ് ദിവസം വന്നിട്ട് സനയും അമ്മയും കൂടി ആകെ വിഷമിച്ചിരിക്കുക. അപ്പോൾ എന്ത് പറ്റി, ഇവിടെ പിസ്സ കിട്ടുമോ?
പക്ഷെ നമുക്ക് കിട്ടി റോളിംഗ് സ്റ്റോണിന്. അതാണ് ഇവര് വന്നിട്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം. ഇവര് പിസ്സ കണ്ടുപിടിച്ചു അവിടെ. അവിടെ ജിസ്ബയിൽ ആകെ 4 ഹോട്ടലേ ഉള്ളൂ. അതിൽ ഒരെണ്ണത്തില് പിസ്സ കിട്ടും. നിങ്ങൾ ആ 4 ഹോട്ടലിൽ പോയോ? മഞ്ജു ചേച്ചി ഇപ്പോഴാണ് അറിയുന്നത് ജിസ്ബയിൽ 4 ഹോട്ടലുണ്ടോ. കുട്ടി കുട്ടി ഹോട്ടൽസ് ആണ് ഈ പറയുന്നത്. ചെറിയ ചെറിയ ഹോട്ടൽസ്. പക്ഷെ ഒരെണ്ണം നല്ലതായിരുന്നു. അവിടെയാണ് ഈ പിസ്സ കിട്ടുക. വണ്ടർഫുൾ. അപ്പൊ സന അവിടെ BSNLന്റെ റേഞ്ച് ചെക്ക് ചെയ്തു, അവിടെ പിസ്സ കണ്ടുപിടിച്ചു. സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ ജിസ്ബയുടെ കൊളംബസ് എന്ന് വിളിക്കുന്നത് സനെ. മഞ്ജു ചേച്ചി ഇപ്പഴാ അറിയുന്നത് ഇതൊക്കെ. ഇങ്ങനെ മഞ്ജു ചേച്ചിക്ക് പിസ്സ കിട്ടിയില്ല അല്ലേ? ഇല്ലില്ല, ഞങ്ങളത് കണ്ടുപിടിച്ച അവസാനം സന പറഞ്ഞല്ലോ. ഓ, നിങ്ങൾ പോയി കഴിച്ചു. അപ്പം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? എല്ലാം കേൾക്കുന്നുണ്ട്. അത് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ദിവസങ്ങൾക്കേ ഉണ്ടാവുള്ളൂ. ദിസ് പ്ലേസ് ഇസ് ഓപ്പൺ ഓൺലി ഫോർ ഫ്യൂ ഡേയ്സ്. കാരണം അതായത് ഇത് ശരിക്കും ഓണസ്റ്റ്ലി ഞാൻ ജിസ്ബ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. ഇസ് ഇറ്റ് എ ട്രാവൽ ടൂറിസ്റ്റ് ലൊക്കേഷൻ അങ്ങനെയാണോ? ഇറ്റ് ഈസ് ഓൺ ദ വേ ടു ലേ ലഡാക്ക്. അപ്പം ബൈക്ക് റൈഡേഴ്സ് ഒക്കെ റോത്താങ് പാസ് കയറി ഇറങ്ങി ലാഹോൾ വാലി വഴി ലേയിലേക്ക് പോകുമ്പോ അതിന്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ് ജോഗ്രഫി ക്ലാസ്സിൽ പണ്ട് എന്നോട് ഭയങ്കര സീരിയസായിട്ട് റോത്താങ് പാസിൽ കൂടെ ലേ ലഡാക്കിൽ പോയി അതുവഴി കുറെ റൈഡേഴ്സ് ക്യാമ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഒരു പിറ്റ് സ്റ്റോപ്പ് പോലെ അതൊരു ഡെസ്റ്റിനേഷൻ. അത് കഴിഞ്ഞിട്ട് അവർ ലേയിലോട്ട് പോകും. അല്ല, ഇടയ്ക്ക് ഞാൻ മറ്റേ റാലിന്നോ എന്താണ്ട് ഒരു 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 ബ്രോഷർ പോലെ കണ്ടായിരുന്നു. റാലിക്ക് പോയതാ? ആണോ? അല്ലേ? അറിയില്ല. അല്ലേ? ആണല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ റാലിക്ക് പോയി. അതെ. എന്നിട്ട് മണ്ണാങ്കട്ട കരിയിലേ കൂടെ. പക്ഷെ എനിക്ക് ഇതെല്ലാം കൂടെ എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. റാലിക്ക് പോയ റാണിയും പത്മിനിയും, കലപ്പ പിടിച്ചുകൊണ്ട് ഹൾക്ക്, അവിടെ ഒരു ക്യാമ്പിൽ സന അൽത്താഫ്. സനയുടെ ക്യാരക്ടറിന്റെ പേരെന്താ? ക്യാരക്ടറിന്റെ പേര് പേരില്ലാത്ത ക്യാരക്ടറാണോ? ശ്യാമേട്ടൻ പക്ഷെ എന്തോ പറഞ്ഞായിരുന്നു, ജെ വെച്ച് ജെനിന്നെന്തോ. ഇല്ല, പക്ഷെ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ട്രെക്കേഴ്സ് ബേസിക്കലി. അപ്പൊ നമ്മളതിൽ ട്രെക്കേഴ്സ് ഗാങ് എന്ന് മാത്രമേ അവരെ വിളിക്കുന്നുള്ളൂ നമ്മളതിൽ. മറ്റേ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു അവിടുത്തെ ആള്? നമ്മുടെ തങ്കച്ചൻ. ടെൻസിങ്. ഞങ്ങള് തങ്കച്ചൻ എന്ന് വിളിക്കും. ടെൻസിങ്ങിനെ തങ്കച്ചൻ. ഈ ട്രെക്കേഴ്സ് ഗാങ്ങില് ഒരാള് തെൻസിങ് എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ആളുണ്ട്. അപ്പോ അങ്ങനെ എന്ത് പറഞ്ഞാലും ഒരൊറ്റ എക്സ്പ്രഷനേ ഉള്ളൂ. ആ എക്സ്പ്രഷൻ നിങ്ങൾക്ക് സിനിമയിൽ കാണാം. ഒരൊറ്റ എക്സ്പ്രഷൻ. ടെൻസിങ് മലയാളിയാണോ? അല്ല, പക്ഷെ ഞങ്ങള് തങ്കച്ചനെ വിളിക്കും. ഇതുപോലെ സെറ്റിൽ എല്ലാവർക്കും പേര് വീണു? ഏകദേശം എല്ലാവർക്കും ഉണ്ടായിരുന്നു. മഞ്ജു ചേച്ചി ഫസ്റ്റ് ഡേ ഷൂട്ടിന് വന്ന് മണാലിയിൽ ഫസ്റ്റ് ഡേ വന്ന് അപ്പൊ തന്നെ ചേസ് സീനാ എടുക്കണം. അപ്പൊ ഇവര് പറയുന്നുണ്ട് വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, അക്ലിമറ്റൈസ് ചെയ്യാൻ കുറച്ച് സമയം കൊടുക്കണം, ചേസ് സീനാണ്, അപ്പൊ ഓടിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ആരും കേൾക്കുന്നില്ല. ആസ് യൂഷ്വൽ നമുക്ക് അഹങ്കാരമാണല്ലോ. നമ്മള് ഷൂട്ടും ലൈറ്റ് പോവും എന്നൊക്കെ പറഞ്ഞിട്ട് അവന്നിട്ട് മഞ്ജു ചേച്ചി വന്ന ഉടനെ ഇറങ്ങി ഉടനെ മുകളിലേക്ക് ഓടിക്കൊള്ളാൻ പറഞ്ഞു. ഇതേ ആ മല അങ്ങോട്ട് ഓടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ ചേച്ചിക്ക് ശരിക്കും ഓക്സിജൻ കിട്ടാണ്ട് കുറച്ചു നേരം. എന്നിട്ട് പിന്നെ ഞങ്ങൾ പക്ഷെ അന്ന് ഞങ്ങൾ ഫിനിഷ് ചെയ്തു ഒരു ഷൂട്ട്. ഇപ്പൊ നമ്മള് ആശികപൂര് പ്രശ്നമാക്കിയാലേ നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചിയെ പ്രശ്നമാക്കണോ? മഞ്ജു ചേച്ചി പറഞ്ഞോ? ഇവര് ഇത്രയും എനിക്ക് കാലിന് വേദനയും അങ്ങനെയുള്ള ചെറിയ ഇടയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ കണ്ടതാണ്. എന്നെക്കാട്ടിലും ഇവരുടെ ടെൻഷൻ കണ്ടിട്ട് എനിക്ക് ടെൻഷനായി. അത്രയും എനിക്കൊരു പ്രശ്നവും വരരുത് എന്നുള്ളൊരു വളരെ ലവബിൾ ആയിട്ടാണ് എല്ലാവരും പെരുമാറിയത്. വെൽ, ഇപ്പം ഞാൻ ഒത്തിരി സ്ഥലങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജിസ്ബയിലെ കഥ മാത്രമേ ഇതുവരെ കേട്ടുള്ളൂ കേട്ടോ. ലവ് സോങ് അമ്മായിയമ്മയുടെ കൂടെ ഇരുന്ന് ശരിക്കും മറ്റേ ചണ്ഡീഗഡിലെ ആ വെളിയിലുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, എന്താ കട്ടില് പോലത്തെ അതിലൊക്കെ ഇരുന്ന് മറ്റേ റൊട്ടിയൊക്കെ തിന്നോണ്ട് ഇല്ലേ, ഡിറ്റോ ആ സെയിം സാധനം. അവിടെ ചെന്ന് ചണ്ഡീഗഡിലെ ഏതോ വീട് കൈയടക്കിയതാണോ? അത് കയ്യേറിയോ? ഫേമസ് അതുകൊണ്ട് എന്തായാലും പണം കണ്ടോളൂ. ഇനിയിപ്പം ദേവ്ഡി പോലെയൊക്കെ കേറി പോകും. ഗാങ്സ് ഓഫ് വസൈപൂരിലത്തെ ആൾക്കാര് ഫുൾ ഞങ്ങൾ ബോളിവുഡ് കണക്ഷൻ വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് എനിക്ക് തോന്നുന്നില്ല റാണി പത്മിനി ഇവിടെ നിൽക്കുമെന്ന്. ഇന്റർനാഷണൽ ലെവലിൽ അങ്ങ് അടിച്ചു വിട്ട് പോവാണ്.
ഐ റിയലി ഹാവ് ടു വാച്ച് ദിസ് മൂവി. ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇനിയുണ്ട് സ്ഥലങ്ങൾ. പിന്നെ ഡൽഹി, എൻ്റെ ഫ്ലാഷ് ബാക്ക്, ഞാൻ ഡൽഹിയിലത്തെ താമസിക്കുന്ന ആളായിട്ടാണ് കാണിക്കുന്നത്. ഡൽഹി ബോൺ അല്ല, നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ഗവൺമെന്റ് ജോബുള്ള എല്ലാ 2-3 കൊല്ലം ട്രാൻസ്ഫർ ആയി ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ. പക്ഷെ നോർത്ത് ഇന്ത്യൻ ജനിച്ച് വളർന്ന. ഹിന്ദി മാലും തൊട അതുണ്ട് അതിൽ തൊട. അതല്ലാതെ പിന്നെ ഏതാണ്, പിന്നെ മണാലിയാണ് വരുന്നത്. മണാലിയിൽ ഞങ്ങൾ രണ്ടുപേരും എത്തിപ്പെടുന്നത് മണാലിയിലാണ്. എന്തിനു വേണ്ടിയാന്ന് പറയില്ല. പറയൂ വരൂ, ഇപ്പൊ വരൂ. ഞാനത് കോൺഷ്യസ് ആക്കാതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. പറഞ്ഞോട്ടെ റീമ പോരട്ടെ. ഞങ്ങളിത് 12ാമത്തെ ഇന്റർവ്യൂ എന്താ, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്താ പറയുന്നത്. സ്മാർട്ട് ഗേൾ. ഓക്കെ, കുഴപ്പമില്ല. റാണി പത്മിനി സിനിമയിൽ കാണുന്ന അഡ്വഞ്ചർ അല്ലാതെ കുറെ ബാക്ക്ഗ്രൗണ്ട് അഡ്വഞ്ചേഴ്സ് നടത്തിയ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ടെക്നിക്കൽ സൈഡ്. ഇതിന്റെ DOP മധു നീലകണ്ഠനാണ്. എന്താ പറയുക, നമ്മൾ കണ്ടതിന്റെ മാക്സിമം ഒപ്പിയെടുക്കാനായിട്ട് മധുവിന്റെ മനോഹരമായിട്ടുള്ള വർക്ക് ഇതിൽ സഹായിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ക്യാമറമാനായിട്ട് പ്രത്യേകം പറയണം. ബിക്കോസ് കംപ്ലീറ്റ് മൂവ്മെന്റ് ഷോട്ട്സും ഇപ്പം ഒരു ഗിംബൽ ക്യാമറയിൽ മൂവ്മെന്റ് ഷോട്ട്സ് എടുക്കുന്ന ഒരു ഇറ്റ്സ് ഗോട്ട് ഹാൻഡിൽ ആൻഡ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കെട്ടിവെച്ചോണ്ടിങ്ങനെ നടക്കുന്നത് അതല്ല, അത് സ്റ്റഡിക്കാൻ. ശരി, അതല്ല കുഴപ്പമില്ല, ഞാനും പഠിക്കും. അതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണെന്ന് തോന്നുന്നു അല്ലേ ഈ ഗിംബൽ? അത് പ്രേമത്തിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഐ സോ സം ഷോട്ട്സ്. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരുപാട് ഓടുന്ന ഷോട്ട്സും ഞങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഞങ്ങൾ പറയായിരുന്നു, അത് ബിൻചേട്ടന്റെ ഒരു കോൺട്രിബ്യൂഷൻ എടുത്ത് പറയേണ്ടതാണ് നമ്മൾ ഈ മൂവിയിൽ. ഒരുപാട് നമ്മൾ ഓടുമ്പോൾ നമ്മുടെ മുമ്പിൽ ക്യാമറ വെച്ചിട്ട് പുറകോട്ട് ഓടണം. ബാക്കിലോട്ട് അതും അപ്ഹില്ലുള്ളതും അങ്ങനെ ഒരുപാട്. സോ ഐ തിങ്ക് ബിൻചേട്ടൻ സ്പെഷ്യൽ മെൻഷൻ ആവശ്യമുള്ള. വീണിട്ടുമുണ്ട് ബിൻചേട്ടൻ, പാവം വീണിട്ട് ക്യാമറയ്ക്കൊന്നും പറ്റാതെ ഇങ്ങനെ ക്യാമറ സേഫ് ആക്കി വെച്ചിട്ട്. മധുവിന്റെ ഹോൾ ടീം അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരും നമുക്ക് യൂണിറ്റിൽ മുറിവൊക്കെ പറ്റിയിട്ടും അതൊന്നും കാര്യമാക്കാണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടും പിന്നീട് വീണ്ടും തണുപ്പത്ത് വീണ്ടും നമ്മുടെ കൂടെ വന്ന് നിന്ന് വർക്ക് ചെയ്ത് ഒരുപാട് പേരുണ്ട്. സൗണ്ട് അനുരാജിന്റെ, അത് പറഞ്ഞപ്പോഴാണ് അനുരാജിന്റെ കാര്യം. ഈ ഓക്സിജൻ ലെവൽസ് പ്രശ്നം കാരണം അനുരാജ് ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടി വന്നു. ലൊക്കേഷനിൽ ബ്ലാക്ക് സൗണ്ട് റെക്കോർഡിസ്റ്റ് ആണ്. ഈ വലിയ എക്വിപ്മെന്റും അതൊക്കെ കൊണ്ടിങ്ങനെ നമ്മുടെ കൂടെ തന്നെ. ഇത് ഓൺ സ്പോട്ട് റെക്കോർഡിംഗ് ആണോ? അല്ല, സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന സിംഗ് സൗണ്ട് അല്ലായിരുന്നു. സിംഗ് സൗണ്ട് ചെയ്യാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു. ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സിംഗ് സൗണ്ട് ചെയ്യണം. പക്ഷെ ഔട്ട്ഡോർ ഇത്ര അധികം ഉള്ളത് കൊണ്ട് അത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. ഫുൾ ഔട്ട്ഡോർ ആണ് മൂവി. അതുകൊണ്ട് നമ്മള് പക്ഷെ എന്നാലും അനുരാജ് ഈ ബൂമൈക്കും ഹ്യൂജ് ഒരു വലിയൊരു ഈ റെക്കോർഡിംഗ് എക്വിപ്മെന്റ് ഉണ്ട്. അപ്പൊ അത് പിടിച്ചിട്ടാണ് ഓടുന്നത് നമ്മുടെ കൂടെ എല്ലായിടത്തേക്കും. അപ്പൊ ഹീ ഫെൽ ഇൽ ലൈക്ക് ശരിക്കും വയ്യാതെയായി. ശരിക്കും പേടിച്ചു ഞങ്ങള്. അതാണ് ശരിക്കും നമ്മളെല്ലാവരും പേടിച്ചു. എല്ലാ ഡിപ്പാർട്ട്മെന്റും, മേക്കപ്പ് ആണെങ്കിലും ആർട്ട് ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും അവരവരുടെ കാര്യം നോക്കാതെ നമുക്ക് വെള്ളം തരാനും നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തരാനുള്ള ഒരു നല്ലൊരു ടീം ഉണ്ടായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരേപോലെ ഒരേ മനസ്സോടെ ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും ഇഷ്ടത്തോടു കൂടി ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഇല്ല, കാരണം എല്ലാവരും വാസ് വൺ ടീം. കാരണം അങ്ങനെ ഒരു ലൊക്കേഷനിൽ അത് നടക്കുള്ളൂ. യു ഹാവ് ടു ഹെൽപ്പ് ഈച്ച്. അപ്പോൾ കുറച്ച് മൾട്ടി ടാസ്കിങ് ചെയ്താലേ അത് കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പം കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്, കാരണം ഒരു സാധനം ഓടിയെത്തണമെങ്കിൽ വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് ഒത്തിരി പണിയുണ്ട്. കാരണം ഓടാൻ പറ്റില്ല അങ്ങനത്തെ ഓൾട്ടിറ്റ്യൂഡിൽ, നല്ല ശ്വാസം മുട്ടുണ്ടാവും. അപ്പം പ്രൊഡക്ഷൻ ആയാലും ചേച്ചി പറഞ്ഞ പോലെ കോസ്റ്റ്യൂംസ് ആയാലും ആർട്ടായാലും അസിസ്റ്റന്റ് ADs കുറച്ച് പേരുണ്ടായിരുന്നു. അതേപോലെ സാൻഡി അടക്കം പ്രൊഡ്യൂസറുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമുക്ക് ഒരു കുറവ് വരാതെ എല്ലാം നോക്കി നടത്തുന്ന സാൻഡി അടക്കമുള്ള അസോസിയേറ്റ്സ് കുറെ ആൾക്കാർ. പിന്നെ ഇവരുടെ ഒക്കെ കൂടെ ഇതിനൊക്കെ ഗൈഡൻസ് ആയിട്ട് അവിടുത്തെ പവൻ ആൻഡ് ടീം എല്ലാവരുടെയും ഒരു ഭയങ്കര ക്ലോസ് നെറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായി അവസാനം ഇത്രയും ദിവസം ഒരു ജേർണി കഴിഞ്ഞപ്പോഴേക്കും. എനിക്കിതൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അസൂയ വരുന്നത്. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, എനിക്ക് അസൂയ വരുന്നുണ്ട് അത്രേ ഉള്ളൂ. നമ്മൾ ഒരാളെ പറ്റിയിട്ട് നമ്മളിങ്ങനെ മെൻഷൻ ചെയ്തു പോയി, പക്ഷേ നമ്മൾ എടുത്തു പറയണം. അതാണ് നമ്മുടെ മിസ്റ്റർ ആഷിക് അബു. ആന്നൊക്കെ ഇങ്ങനെ ആരെ പറ്റി പറയുന്ന കുട്ടി? ഡയറക്ടർ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ,
വെൽ ആഷിഖ് അബു ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് റീമ മൈറ്റ് ബി നോയിങ് ഈ ഒരു സ്റ്റോറിയുടെ ഒറിജിൻ ഇത് എവിടെ നിന്നാണ് ഈ ഒരു എനിക്ക് തോന്നുന്നു എൻ്റെ യാത്രാപ്രാന്ത് കണ്ടിട്ടാണെന്ന് അന്നൊരു ട്രാവൽ മൂവി ചെയ്തേക്കാന്നുള്ളത്. ഐ മീൻ ഐ എം എ ട്രാവൽ ഫ്രീക്ക് ആൻഡ് ഐ തിങ്ക് എനിക്കും ആഷിക്കിനും അറിയാം ട്രാവൽസ് എത്രത്തോളം ഒരു ആസ് എ പേഴ്സൺ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനെക്കുറിച്ച് ഐ മീൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പേസ് അല്ലേ. ഒരു ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്? ഒറ്റയ്ക്കും ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട്സിനോട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഞാൻ കുറച്ചധികം ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഐ ലവ് ടു ട്രാവൽ. ഈവൻ വെൻ ഐ വാസ് ഇൻ ബാംഗ്ലൂർ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് എൻ്റെ ശമ്പളത്തിൽ ഒതുങ്ങുന്ന എല്ലാ സ്ഥലത്തേക്കും ഞാൻ പോയിട്ടുണ്ട്, ആ റേഡിയസിലുള്ള എല്ലാ സ്ഥലത്തേക്കും പണ്ടോട്ടെ. ഐ മീൻ അപ്പം ഞാൻ പറയായിരുന്നു ഒരു ട്രാവൽ എന്ന് പറയുന്നത് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സ്പേസ് ആണ് നമുക്കൊരു കഥ പറയാനായിട്ട്. അപ്പോൾ ഒരു ബോണ്ടിങ്ങിൻ്റെ കഥ പറയുകയാണെങ്കിൽ അതും ഒരു ഫീമെയിൽ ബോണ്ടിങ്ങിൻ്റെ കഥ പറയാനായിട്ട് അങ്ങനത്തെ ഒരു ബാക്ക് ഡ്രോപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുമെന്ന് അവിടെ നിന്നാണ് ട്രാവൽ നിന്നാണ് പിന്നെ ബാക്കിയെല്ലാം ഉണ്ടാവുന്നത്. അതായിരിക്കും ബാക്ക് ഡ്രോപ്പ് എന്നുള്ളത് നമുക്ക് അതായിരുന്നു ആദ്യം സ്ട്രൈക്ക് ചെയ്ത പോയിന്റ്. യെസ്. വാവ്. അപ്പം റീമയുടെ ട്രാവൽസ് ആണ് അത് ഞാൻ വെറുതെ ഓഹോ അതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോയോന്ന്. വെൽ എനിവേസ് സിനിമയിൽ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിക്ക് വീട്ടിലിരുന്നാൽ പറ്റാവുന്ന അപകടങ്ങളെ റോട്ടിലുള്ളൂ. സത്യം. എനിക്ക് ഞാൻ ആ ഒരു ഡയലോഗ് അടുത്ത് തന്നെ പലരോടും പറയുന്നതായിരിക്കും. റാണി പത്മിനി എന്തുകൊണ്ട് ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ എന്തുകൊണ്ട് നമ്മുടെ ഓഡിയൻസ് കാണണം? വൈ ഇസ് ഇറ്റ് എ മസ്റ്റ് വാച്ച്? നമുക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, വരൂ പോകാം പറക്കാം. സന, റാണി പത്മിനി കുറേ ആൾക്കാരുടെ കുറേ നാളത്തെ ഹാർഡ് വർക്ക് ആണ്. അതിൻ്റെ ഔട്ട്കം എന്തായാലും തിയേറ്ററിൽ കാണും. ആൻഡ് ഇറ്റ്സ് എ ഫൺ മൂവി, ഒരു ബ്രീസി മൂവിയാണ്, ഫീൽ ഗുഡ് മൂവിയാണ്. സോ എവ്രി വൺ ഷുഡ് വാച്ച് ഇറ്റ്. ഇത് റാണി പത്മിനി ഇറ്റ്സ് എൻ അമേസിങ് ട്രാവൽ എക്സ്പീരിയൻസ് എന്ന് പറയുള്ളൂ. കാരണം ഈ പടം കണ്ട് ഇറങ്ങുമ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ബാഗ് എടുത്തിട്ട് അങ്ങോട്ട് പോവാം എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും എന്ന് ഉറപ്പുള്ള ഒരു കോൺസെപ്റ്റാണത്. ഐ തിങ്ക് ഐ വോണ്ട് ടു ടെൽ എല്ലാ ആണുങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനെയും നിങ്ങളുടെ ലവേഴ്സിനെയും നിങ്ങളുടെ അമ്മമാരെയും നിങ്ങളുടെ ചെറിയമ്മേനെയും എല്ലാവരെയും കൊണ്ടുപോയി അവരുടെ സിനിമ അവരുടെ കൂടെ ഇരുന്ന് കാണണം. ഐ തിങ്ക് നിങ്ങൾ തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോൾ അവരുടെ ഒരു വേറൊരു എന്തെങ്കിലും ഒരു ഡൈമെൻഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. പെൺകുട്ടികളോട് എന്തു പറയാൻ, അതെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കുറച്ചധികം പേര് ഒരു പടം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. ഐ തിങ്ക് ഇറ്റ് ഈസ് യുവർ ഇമോഷൻസ്, ഇറ്റ് ഈസ് യുവർ ഡ്രീംസ്, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് യു വിമൻ.